ഇന്നലെ നടന്ന പുറക്കാമല ക്വാറി പ്രതിഷേധത്തിനിടെ പോലീസ് 15-കാരനെ മർദ്ദിച്ചതായി പരാതി. ക്വാറിയിലേക്ക് പോലീസ് കാവലിലെത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പോലീസ് 15-കാരനെ മർദ്ദിച്ചതെന്നാണ് പരാതി. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുടുംബം ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകി. അപ്പോൾ അവിടുന്ന് പോലീസ് ആളുകളെ മാറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതൊക്കെ ഈ ഒരു അതിശയോക്തിയോടുകൂടി അവനും കണ്ട് പിന്നെ CI ആണ് ആദ്യം ഒരു വീഡിയോ ഉണ്ട്, കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. CI ആണ് ആദ്യമായിട്ട് അവനെ പിടിക്കുന്നത്. പിന്നെ കൂടെ പേര് SIയും അതുപോലെ ASIയും ഉൾപ്പെടെ ഒരു 10-15 പോലീസുകാർ വളഞ്ഞ് അവനെ കയ്യും കാലും ഓരോ വിരലും തൂക്കുന്ന രീതിയിലാണ് പിടിച്ചുകൊള്ളുന്നത്. എന്നിട്ട് ബസ്സിലേക്ക് ഇട്ട് ബസ്സിൽ നിന്ന് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ബൂട്ടുകൊണ്ട് ചവിട്ടി. പോലീസ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഒരു 15 വയസ്സുള്ള ഒരു മോനോട് ചെയ്തത്. അത് നാട്ടുകാരുടെ ഇടയിലൊക്കെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കാരണം ഒന്നും ചെയ്യാത്ത ഒരാളെയാണ്, ഏത് ആൾക്ക് കണ്ടാലും ഒരു ചെറിയ പയ്യനാണെന്ന് ബോധ്യപ്പെടുന്ന ആളെയാണ് വളരെ ക്രൂരമായ രീതിയിൽ 5-10 പോലീസുകാർ കൂടി മർദ്ദിച്ചുകൊണ്ട് വണ്ടിയിൽ തൂക്കിപ്പിടിച്ച് എറിയുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. SSLC പരീക്ഷ നടന്ന് പെണ്ണുങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഓനെ വിട് SSLC പരീക്ഷ എഴുതുന്ന ചെറിയവനാണ്, അവനെന്തിനാണ് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നോക്കാതെ പോലീസ് വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി ഇത് SP-യുടെ ഓർഡറാണ്, ഒറ്റൊന്നിനെ ഇവിടെ വെച്ചേക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളെയും തൂക്കിപ്പിടിച്ചാണ് വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുന്നത്. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, കഷ്ടം തോന്നുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ 15 വയസ്സുകാരൻ ബാലനെ 8ഓളം പോലീസുകാർ ചേർന്നാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ബലം പ്രയോഗിച്ച് ഇപ്പോൾ ഈ ബൈറ്റിൽ പറയുന്ന പോലെ തന്നെ കയ്യും കാലും ഒക്കെ വേറെ പിടിച്ചുകൊണ്ടാണ് ബസ്സിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്. ഈ ബസ്സിൽ മാറ്റിയതിന് ശേഷവും പിന്നീട് സ്റ്റേഷനിൽ വെച്ചൊക്കെ ഈ മർദ്ദനം തുടർന്നു എന്നാണോ പരാതി? ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രം ആ പയ്യന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനം ഉണ്ടായെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? സൈഫു, ഇന്നലെ രാവിലെയോടെയാണ് ഈ ഒരു ക്വാറിയിലേക്ക് തൊഴിലാളികൾ എത്തിയത്. പുറക്കാമല ക്വാറിക്കെതിരെ വളരെ നാളുകളായി ഈ ഭാഗത്തുള്ള നാട്ടുകാർ സമരം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ പോലീസ് കാവലിലെത്തിയ ഈ ക്വാറി തൊഴിലാളികൾക്കെതിരെ അവരെ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പോലീസ് വാഹനം വരുന്നത് കണ്ടാണ് ഈ കുട്ടി, പോലീസ് വാഹനത്തിൻ്റെ പുറകെയാണ് ഈ കുട്ടി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ പിതാവ് പറഞ്ഞതനുസരിച്ച് കുട്ടി ഈ പോലീസ് വാഹനം കണ്ട് എന്താണെന്ന് നോക്കാനാണ് കുട്ടി ആ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇന്നലെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ആ ഭാഗത്തു നിന്നുള്ള ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കുട്ടിയെയും ഇങ്ങനെ മർദ്ദിച്ചെടുത്തു കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കുട്ടിയെ ഒരു പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ ഒരു 15-കാരനാണെന്ന് വ്യക്തമാകുന്ന കുട്ടി തന്നെയാണ്. ആ കുട്ടിയെയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വളരെ ക്രൂരമായി എടുത്തുകൊണ്ടു പോകുന്നത്. ഈ മേപ്പയൂർ പോലീസിനെതിരെയാണ്, CIക്ക് SI ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഈ ഒരു കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ പേരാമ്പ്ര ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു വളരെ ക്രൂരമായി കുട്ടിയുടെ തലഭാഗത്തൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുറക്കാമല ക്വാറിക്കെതിരെ വളരെ നാളുകളായി നീണ്ടുവരുന്ന സമരത്തിന് അതിനിടയിലാണ് ഈ കുട്ടിക്കെതിരെ പോലും ഇങ്ങനെയൊരു അതിക്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. സൈഫ്, വ്യക്തമായില്ല. SSLC പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയാണോ ഇത്? തീർച്ചയായും ആ പിതാവിൻ്റെ ബൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പരീക്ഷ എഴുതേണ്ട കുട്ടിയാണെന്ന് ഇവർ ആ സമയത്ത് തന്നെ പോലീസുകാരോട് പറഞ്ഞിരുന്നു എന്നാണ് ബൈറ്റിൽ തന്നെ പറയുന്നത്. നമ്മൾ സംസാരിച്ചപ്പോഴും ആ ഒരു ഭാഗത്തു നിന്ന് നാട്ടുകാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പരീക്ഷ എഴുതേണ്ടതായാലും അല്ലെങ്കിൽ പോലും ഒരു കുട്ടിയെയാണ് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്, ആ ഒരു അവസ്ഥയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം വളരെ നാളുകളായി ഒരു ഗ്രാമത്തിലുള്ള ഒരു നാട്ടിലുള്ളവർ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. അവരോടുള്ള സമീപനം കൂടിയാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു തൊഴിലാളികൾക്ക് കാവലായാണ് പോലീസ് അവിടെ എത്തിയത്. 2 വാഹനങ്ങളോളം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ആ 2 വാഹനങ്ങളിൽ പോലീസ് തൊഴിലാളികൾക്ക് കാവലായി എത്തുന്നു. അതിനെ തടഞ്ഞ നാട്ടുകാർക്കെതിരെയാണ്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്നത് കാണാൻ എത്തിയ ഒരു കുട്ടിക്കെതിരെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. സേഫു.
ഈ കുടുംബം ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ നീങ്ങാനാണ് ആലോചിക്കുന്നത്? നിലവിൽ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ SLC പരീക്ഷ എഴുതാൻ ഈ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ പിന്നീട് ഈ 15-കാരന്? സൈഫു, പരീക്ഷ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടില്ല. നമുക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചോ ഇല്ലയോ എന്ന് കുറച്ചുകൂടെ അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ മറ്റൊരു റിപ്പോർട്ടർ എടുത്ത ബൈറ്റാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇവർ ബാലാവകാശ കമ്മീഷനിൽ പരാതിപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാരണം ബസ്സിനകത്ത് വെച്ച് ഈ ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്ത് പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പോലുള്ള ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കമാണ് ഉണ്ടായത് എന്നാണ് കുട്ടിയടക്കം പറയുന്നത്. കുട്ടിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. കുട്ടി പറയുന്നത് ഈ ഒരു ബസ്സിനകത്ത് കയറ്റിയിട്ടും കുട്ടിയെ ബലമായി ബസ്സിനകത്ത് കയറ്റി അവിടെ വെച്ച് ലാത്തി വെച്ച് അടിച്ചിരുന്നു. ഇത് കൂടാതെ തന്നെ കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടിയോട് സംസാരിച്ചിരുന്നു. കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണം ഇങ്ങനെയാണ്. സൈഫു, ശരി, ആ ദൃശ്യങ്ങൾ ഒരു വട്ടം കൂടി കണ്ടാൽ തന്നെയും അല്ലെങ്കിൽ അതൊന്ന് സ്ലോ ആക്കി കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു പോലീസുകാരൻ പിറകിൽ നിന്ന് ഈ 15-കാരൻ്റെ തല പിടിച്ച് മുന്നോട്ട് തള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ മുടി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒരാൾ. എന്തോ വലിയൊരു പാതകം ചെയ്തതുപോലെ ഒരു 15-കാരൻ 8ഓളം പോലീസുകാർ ചേർന്ന് ബലമായി മൃഗീയമായി പിടിച്ചുകൊണ്ടുപോയി പോലീസ് ബസ്സിൽ തള്ളുന്നത്. അതായത് ഒരു പോലീസുകാരൻ മുടിക്ക് പിടിച്ച് മുന്നിലോട്ട് തള്ളി പിടിക്കുന്ന കാണാൻ ഒരാൾ 2 പേർ അപ്പുറം കയ്യിൽ പിടിച്ചിട്ടുണ്ട്.